ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണം ഭാഗം 372. ഇന്ന് ജനുവരി മാസം 6-ാം തീയതി, 6-ാമത് ദിനം. ദനഹ പെരുന്നാളും കൂടിയാണ് ഇന്ന്. നമ്മൾ ഓരോരുത്തരുടെയും ധാരണകളും ആ ധാരണകൾക്കകത്തുള്ള തെറ്റിദ്ധാരണകളും എന്തുമാത്രമുണ്ട്. ആ ഭൃത്യൻ തൻ്റെ യജമാനനെ എങ്ങനെയെല്ലാമാണ് തെറ്റായി മനസ്സിലാക്കിയത് എന്നും കഴിഞ്ഞ പുലരിയിൽ നമ്മൾ ആലോചിച്ച് വ്യാകുലപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലാക്കലുകളൊക്കെ ഇങ്ങനെ അപൂർണവും അർത്ഥസത്യങ്ങളും ഒടുവിൽ അസത്യങ്ങളും മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ ഈ അവസ്ഥയിൽ നിന്ന്, ഈ അപകടം പിടിച്ച അവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ ഒരു രക്ഷപ്പെടലിനുള്ള കുഞ്ഞു പഴുതുകൾ തുറന്നു കിട്ടിയേക്കും. കർഷകന് തൻ്റെ കഴുതയെക്കുറിച്ച് എന്നും പരാതികളേ ഉള്ളൂ. ഒന്നിനും കൊള്ളാത്ത ആ ചാവാലി മൃഗത്തെ ഒടുവിൽ ചന്തയിൽ കൊണ്ട് വിറ്റു. കുറച്ചുകൂടി നല്ല ഒന്നിനെ വാങ്ങാൻ ചന്തയിൽ നിൽക്കുമ്പോൾ ചാവാലി കഴുതയെ വാങ്ങിയ ആള് അതിനെ ലേലം ചെയ്യാൻ ആരംഭിച്ചു. സുഹൃത്തുക്കളെ, ഇതൊരു വിശേഷപ്പെട്ട കഴുതയാണ്. കാഴ്ചയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് പല അത്ഭുത സിദ്ധികളുമുണ്ട്. ഈ ഇനത്തിൽപ്പെട്ട കഴുത ഇന്ന് ലോകത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. അയാളുടെ വിവരണം അങ്ങനെ മുമ്പോട്ട് പോയി. അത് കേട്ടുനിന്ന കർഷകന് കഴുതയോട് എന്തെന്നില്ലാത്ത ഒരു പുതിയ മതിപ്പ് തോന്നി. വിറ്റതിൻ്റെ 10 ഇരട്ടി തുകയ്ക്ക് കർഷകൻ ആ കഴുതയെ തിരികെ വാങ്ങി. ലേലത്തുക വാങ്ങുമ്പോൾ ആ കച്ചവടക്കാരൻ ചിന്തിച്ചു, ഇവരിൽ ആരാണ് ശരിക്കും കഴുത? കർഷകനാവട്ടെ ഇങ്ങനെ ചിന്തിച്ചു, ചന്തയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതൊരു ചാവാലി കഴുത, ഇപ്പോഴോ ഒരു അത്ഭുത മൃഗം. കച്ചവടക്കാരനൊരു മാന്ത്രികൻ തന്നെ. പൊട്ടക്കഥയാണ്. എന്നാലും എന്തിനേയും കാണുന്ന രീതിക്ക് കുറേയേറെ പ്രാധാന്യമുണ്ട് കേട്ടോ. കാഴ്ചപ്പാട് മാറിയാൽ, കാഴ്ചപ്പാട് മാറ്റിയാൽ പല ചാവാലികളും അത്ഭുത ജീവികളാവും. സ്വന്തം വീട്ടിലുള്ളവരെയെങ്കിലും തിരിച്ചറിഞ്ഞേ മതിയാവും. ചങ്ങാതിമാരുടെ കുറവുകൾ കണ്ടെത്തുന്നതിലെ മിടുക്ക് അവരുടെ മികവുകൾ തേടുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പല ബന്ധങ്ങളും ഇങ്ങനെ ദാരുണമായി അവസാനിക്കില്ലായിരുന്നു. ആരെയും തരം താഴ്ത്താൻ എന്തൊരു എളുപ്പമാണെന്നറിയോ. പക്ഷേ അവരെ ഒന്ന് ഉന്നതരായി കാണാനും വളർത്താനും ഏറെ ബുദ്ധിമുട്ടും. ഉപയോഗം തീർന്നതും ഗുണമേന്മ കുറഞ്ഞതുമായ എല്ലാം വിറ്റുകളയാൻ തീരുമാനിച്ചാൽ പിന്നെ ഉപേക്ഷിക്കേണ്ടാത്തതായി ഒന്നും കാണില്ല. വൃദ്ധസദനങ്ങളുടെയും അനാഥ മന്ദിരങ്ങളുടെയും എണ്ണം കൂടുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. പാഴ്വസ്തുക്കൾ പ്രയോജനകരമാകുന്നത് ഉപയോഗിക്കാൻ അറിയുന്നവരുടെ കരസ്പർശം ഏൽക്കുമ്പോഴാണ്. അപ്പോൾ കാണുന്ന രീതിയെ ഒന്ന് മാറ്റിയേ മതിയാവും. തൻ്റെ യജമാനന് ദുഷ്ടനാണ് എന്ന് ആ ദാസൻ ഉറപ്പിക്കുകയാണ്. വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്ത ഇടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന നീ ദുഷ്ടനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ജീവിതത്തെ കഠിനമായൊരു പ്രശ്നമായി ഒരിക്കൽ പോലും കരുതരുത്, കാണരുത്. അങ്ങനെ ഉണ്ടായാൽ അതൊരിക്കലും പരിഹരിക്കാനാവില്ല കേട്ടോ. കഴിഞ്ഞ ദിനത്തിലെ ആ ഭൃത്യന് സംഭവിച്ചത് അതുതന്നെയല്ലേ. അകാരണമായി അയാൾ ഭയപ്പെടുകയാണ്. അഭയം നഷ്ടപ്പെട്ടവൻ്റെ അവസ്ഥയാണ് ഭയം. ഇത് ഒരുവൻ സ്വയം വിളിച്ചു വരുത്തി വെക്കുന്ന വിനയാണ്. ഇരുട്ട് പോലെ തന്നെ ഭയവും സത്യത്തിൽ ഭൂമിയിലില്ല. പിന്നെ അഭയത്തിൻ്റെ അഭാവത്തിൽ അനുഭവപ്പെടുന്ന മാനസിക പ്രശ്നം തന്നെയാണ് ഈ ഭയം. നമുക്കും പ്രാർത്ഥിക്കാം ഈ
ആറാം പുലരിയിൽ ഭയത്തിൽ നിന്ന്, സകല ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ അഭയത്തിലേക്ക് കൂട്ടിച്ചേർക്കണമേ. ആമേൻ.